ഹലോ ഗായ്സ്, അങ്ങനെ 1.5 മാസം നീണ്ട വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോവാം. ഞാൻ സച്ചൊക്കെ ട്യൂണിങ് ആയിട്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ ചെയ്തേക്കണേ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് പാലക്കാടുള്ള സോഷ്യൽ കിച്ചണിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു മസ്റ്റ് ആയി സ്പോട്ടാണെന്ന് ഞാൻ പറയും. പിന്നെ നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ പോയവർക്കറിയാം, രണ്ട് സൈഡും നിറയെ ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു യാത്രയാണ് ആ റോഡ്. ഒരു സൈഡിൽ നമുക്ക് വെസ്റ്റേൺ കട്ട്സ് കാണാൻ പറ്റും. അങ്ങനെ ആ റോഡിന്റെ അവസാനം ഞാൻ എൻ്റെ കോളേജിലെത്തി, അമൃതയിലെത്തി. അപ്പോൾ ഞാൻ ഒന്നാമത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എണ്ണ വീഡിയോസിൻ്റെ ഒക്കെ താഴെ വരുന്ന കുറേ കമൻസും അമൃതയിലെ ഫെസിലിറ്റീനെ കുറിച്ചും അമൃത എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കോളേജിൽ കയറുന്ന ടൈമിൽ കോളേജിലെ കുറച്ച് പാർട്ടൊക്കെ എന്തായാലും കാണിക്കാമെന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ എൻട്രൻസ്. മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് റെയിൽവേ ഗേറ്റ് വരുന്നത്. ഞങ്ങൾ അവിടെ എത്തിപ്പിക്കും ഗേറ്റ് അടച്ചതുകൊണ്ട് ഞാൻ പോയി ഐ ഡി കാർഡൊക്കെ സ്കാൻ ചെയ്തു, പാസ്സൊക്കെ വാങ്ങി. പാരൻസിന് കയറണമെങ്കിൽ പാസ് വേണം. എന്നിട്ട് നമ്മൾ നേരെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഗാർഗി ഭവനം എന്നാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ, MSCക്കാരുടെ ഹോസ്റ്റലിൻ്റെ പേര്. അങ്ങനെ നമ്മളവിടെ എത്തി. എന്നിട്ട് പിന്നെ ഒരു ചായ കുടിക്കാന്നൊക്കെ കരുതി മെയിൻ ക്യാൻറ്റീനിലേക്ക് പോയി. ഇതാണ് മെയിൻ ക്യാൻറ്റീന്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതാണ് മെയിൻ ക്യാൻറ്റീൻ. ഇവിടെ അത്യാവശ്യപ്പെട്ട എല്ലാ ഫുഡും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ചിക്കനും ഒക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം എല്ലാ ക്യാൻറ്റീനും വെജായിരുന്നു. അപ്പോൾ ഈ അടുത്താണ് നമുക്ക് ചിക്കനും എല്ലാം കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ഇത് നമ്മുടെ മെയിൻ ബിൽഡിംഗ് ആണ് അമൃതയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പും ഹരിതാവും തന്നെയാണ്. എല്ലായിടത്തും നിറയെ ചെടികളും ബുഷസും പ്ലാന്റ്സും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം അതന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഓവർവെൽമിങ് ഫീൽ നമുക്ക് തരും. ശരിക്കും ഞാൻ വെറുതെ ബൂസ്റ്റ് ചെയ്ത് പറയുമെന്നല്ല, ക്യാമ്പസ് വൈസ് അമൃത അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ബാക്കി റൂൾസും സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാരെ ബേസ് ചെയ്തിരിക്കും. അത് ഞാനൊരു കോമൺ ഒപ്പീനിയൻ പറയുന്നില്ല, അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ഇരിക്കും. സോ ഞാൻ കുറച്ച് ഭാഗമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അമൃതയെക്കുറിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളൊരു ഈവനിങ് ആയി കഴിഞ്ഞാൽ ചില്ല് ചെയ്യാനും കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാനൊക്കെ ഇറങ്ങുന്ന ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണിത്. നിങ്ങൾക്ക് മനസ്സിലാവും ആ കോളേജിൻ്റെ ഒരു ആംബിയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്രേ ഉള്ളൂ. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.